ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയായ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ബിരിയാണി വെക്കാന്ന് വെച്ചാൽ തന്നെ കുറച്ച് സമയം കഴിയുന്ന പോണ പരിപാടിയായ കാരണം എല്ലാവരും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ ഇത് 5 മിനിറ്റിൽ തയ്യാറാക്കുന്ന ഒരു ഈസി റെസിപ്പിയാണ്. തട്ടിക്കൂട്ട് ബിരിയാണി ഒന്നല്ല, പെർഫെക്റ്റ് ബിരിയാണിയുടെ റെസിപ്പി തന്നെയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ കുക്കറിലാണ് ബിരിയാണി വയ്ക്കുന്നത്. അതിലോട്ട് ഡാൽഡ 100 ml ആണ്, അത് ഇട്ട് കൊടുക്കാം. അതിലോട്ട് മസാലാസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു, മോളൊക്കെ മിക്സ് ചെയ്തതാ. മസാല പാക്കറ്റിൽ ഇടുന്ന എല്ലാ ഐറ്റംസ് ഇല്ലേ, കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിക്കയുടെ പീസ്, കുരുമുളക്, പെരിഞ്ചീരകം, അങ്ങനെ എല്ലാം ഉണ്ട്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പട്ടയ്ക്ക് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ടുണ്ട്. നന്നായി ഇളക്കാം. ഇതിലോട്ട് 2 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഡാൽഡയിൽ കിടന്ന് നന്നായി സെറ്റാവട്ടെ. അതുപോലെ 2 ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലക്കുട്ടീന്ന് മോള് ഏലക്കാടത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇഷ്ടമല്ല. അത് കാരണം അതുകൂടെ ഇട്ട് കൊടുക്കും. ഒരു 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വല്ലാണ്ട് വാടി കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇത് 1 കിലോ അരി ഞാൻ കഴുകി സ്റ്റെയിനറിൽ സ്റ്റെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതും ഈ ഡാൽഡയിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിടുക, അങ്ങനെയാണെങ്കിൽ പൊടിഞ്ഞു പോവില്ല. ഇത് 1 കിലോ അരിയാണ് എടുത്തേക്കണത്. പക്ഷേ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കാരണം ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി എടുത്തേക്കണത്. അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു വലിയ കഷ്ണം ചെറുനാരങ്ങയുടെ പകുതി പീസാണ്, ഇതിന് നീരൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് റൈസ് കുഴഞ്ഞു പോകാതെ വിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കണം. കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ ആവുന്ന വരെ വേവിച്ചെടുക്കാം. കളർ ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. പൈനാപ്പിൾ എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കറക്റ്റാണേ. നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു വിസിൽ വരുന്നതിന് തൊട്ട് മുന്നേ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയോടെ എയർ കളഞ്ഞിട്ട് പ്രഷർ കളഞ്ഞിട്ട് തുറക്കണം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ബിരിയാണിയിലത്തെ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടാണ് ഉണ്ടാക്കിയിട്ടേക്കണേ. ഇതുപോലെ പാത്രത്തിലോട്ട്
അടിയിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുത്ത് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പൈനാപ്പിള് ചെറിയ പീസസായി കട്ട് ചെയ്തതാണ്. ഞാൻ അതിൻ്റെ മുകളിലോട്ട് ചോറ്, ലാസ്റ്റ് ലെയർ ബാക്കിയുള്ള ചോറ് കൂടി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കട്ട് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില കൂടി. അതിൻ്റെ മുകളിലോട്ട് കാഷ്യൂസും കിസ്മിസും നെയ്യിൽ റോസ്റ്റ് ചെയ്തത് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് 5 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതേ തുറന്നിട്ടുണ്ട്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ബിരിയാണി റൈസ് സെപ്പറേറ്റ് വയ്ക്കുക ചെയ്തത്. കൂടെ ചിക്കൻ കറി ഉണ്ട്, സർലാസും ഉണ്ട്. സർലാസ് ചില സ്ഥലത്ത് സർലാസ് കച്ചമ്പർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചിക്കൻ കറി റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. കൂടെ മുട്ടയും പൈനാപ്പിൾ പീസസ് കൂടെ വച്ചിട്ടുണ്ട്. ഇങ്ങനെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും യുവർ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.